എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രാജേഷ് മാധവൻ. ഞാൻ നിലവിൽ നോർക്ക റൂട്ട് സി ആയിട്ട് പ്രവർത്തിക്കുന്നു. ഇന്ന് നിങ്ങളോട് എല്ലാവരോടും ഒരു പ്രത്യേക മെസ്സേജ് പറയാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നോർക്ക റൂട്ട്സിൻ്റെ പദ്ധതിയായ നോർക്ക കെയർ ആൻഡ് നോർക്ക കെയർ പ്ലസ് പ്രവാസികൾക്കായിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതി എൻറോൾമെൻറ്റ് പോർട്ടൽ വീണ്ടും ഓപ്പൺ ചെയ്യുകയാണ്. ഈ ഓഗസ്റ്റ് 18 മുതൽ ഒരു മാസ കാലയളവ് സെപ്റ്റംബർ 18 അവസാനിക്കുന്ന രീതിയിലാണ് ആ എൻറോൾമെൻറ്റ് പോർട്ടൽ ഓപ്പണിംഗ് വന്നിട്ടുള്ളത്. ഇത് പ്രവാസികളുടെ നിരന്തരമായിട്ടുള്ള ആവശ്യപ്രകാരം വീണ്ടും എൻറോൾമെൻറ്റിലേക്ക് കൂടുതൽ പ്രവാസികളെ ചേർക്കുന്നതിനായിട്ടാണ് ഈ പോർട്ടൽ വീണ്ടും റീഓപ്പൺ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ അവസരം എല്ലാ പ്രവാസികളും അത് പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് പദ്ധതിയിൽ അംഗമാവുന്ന പ്രവാസികൾക്ക് 5 ലക്ഷം മുതൽ 100 ലക്ഷം വരെയുള്ള ഇൻഷുറൻസ് ആയിട്ട് നമുക്കിതിനകത്ത് പദ്ധതിയിൽ ചേരാവുന്നതാണ്. അതിനനുസൃതമായിട്ട് പോളിസിയിൽ വലിയ വർധനവ് ഈ കാര്യത്തിൽ വരുന്നില്ല. നിലവിലുള്ള പോളിസിയിൽ നിന്നുകൊണ്ട് തന്നെ ഈ വലിയ തുക ഈ കെയർ പ്ലസിൻ്റെ ഭാഗമായിട്ട് പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള വിവിധ സ്ലാബുകളിൽ നിങ്ങൾക്ക് പ്രീമിയം അടച്ച് അംഗങ്ങളാവുന്നതാണ്. ഇത് മറ്റ് ഇൻഷുറൻസ് പദ്ധതികളായിട്ട് ഇതിനെ താരതമ്യം ചെയ്യുമ്പോൾ ഈ നോർക്ക കെയർ പ്ലസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങളുടെ പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷനോ ഒരു തരത്തിലുള്ള മെഡിക്കൽ എക്സാമിനേഷനോ മറ്റ് രേഖകളോ ഒന്നും ആവശ്യപ്പെടാതെ തന്നെ നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ അംഗമാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്ന പോളിസികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ളതാണ് ഈ സംരംഭം. ഇത് സർക്കാർ നോർക്ക വകുപ്പ് പ്രവാസികൾക്കായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പോളിസിയാണെന്നുള്ളത് നിങ്ങളെല്ലാവരും ഇതിനോടകം തന്നെ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നോർക്ക കെയർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കെയർ പ്ലസിൽ പാരൻസിനെ കൂടെ ഉൾപ്പെടുത്തുന്നതിനുള്ള പ്രൊവിഷനുണ്ട്. അതുകൂടാതെ പ്രീമിയം അല്ലെങ്കിൽ സം ഇൻഷ്വേർഡ് ആയിട്ടുള്ള ഇൻഷുർ ചെയ്യുന്ന തുകകൾ വിവിധ സ്ലാബുകളിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവരവരുടെ താല്പര്യം അനുസരിച്ചുള്ള സ്ലാബുകൾ തിരഞ്ഞെടുത്ത് പ്രീമിയം അടച്ചുകൊണ്ട് മുന്നോട്ട് പോകാവുന്നതാണ്. പിന്നെ ഇതൊരു സുവർണ അവസരമാണ്. ഈ അവസരം നഷ്ടപ്പെടുത്തുന്ന പക്ഷം ഇനി ഒരു പുതിയൊരു എൻറോൾമെൻറ്റിലേക്ക് പോകുന്നത് തികച്ചും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പ്രവാസ ലോകത്തുള്ള എല്ലാ സുഹൃത്തുക്കളോടും പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്, ഈ പദ്ധതി പൂർണ്ണമായിട്ട് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. ഇത് കേരള സംസ്ഥാന സർക്കാർ ഇത് പ്രവാസികൾക്ക് മാത്രമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളൊരു പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ ഗുണഫലങ്ങൾ പലതരത്തിൽ നിങ്ങളുടെ വിവിധ മേഖലകളിൽ പരസ്യങ്ങളായിട്ടും മറ്റും നേരിട്ടും അല്ലാതെയും എല്ലാം നോർക്ക റൂട്ട്സ് പ്രവാസികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അത് ഒന്നുകൂടി ഈ എൻറോൾമെൻറ്റ് അതിൻ്റെ പൂർണ്ണ വിജയത്തിലെത്തിക്കാനായിട്ടാണ് നോർക്ക റൂട്ട്സും നോർക്ക വകുപ്പും ശ്രമിക്കുന്നത്. സോ അതുകൊണ്ട് പ്രവാസികൾ ഈ ഒരു അവസരം പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നോർക്ക കെയർ പ്ലസിലേക്ക് അംഗമാവേണ്ടതാണ്. അപ്പോൾ നിലവിൽ കാർഡ് ഹോൾഡർ അല്ലാത്തവർക്കും പുതുതായിട്ട് പ്രവാസി കാർഡ് അപേക്ഷിക്കാനുള്ള അവസരം നിലവിലുണ്ട്. ആ കാർഡിൽ അപേക്ഷിച്ചതിന് ശേഷം നോർക്ക കെയർ പ്ലസിലും ഈ ഒരു മാസ കാലയളവിൽ എൻറോൾമെൻറ്റ് പൂർത്തിയാക്കണമെന്ന് എല്ലാവരോടും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നോർക്ക കെയർ പ്ലസിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറയാനുള്ളത്, നിലവിൽ പ്രവാസ ലോകത്ത് കഴിയുന്ന പ്രവാസി കാർഡ് കയ്യിലുള്ള എൻറോൾ ചെയ്തിട്ടുള്ള പ്രവാസികൾക്ക് ഈ പദ്ധതിയുടെ അംഗമാവാം. അതോടൊപ്പം തന്നെ ഈ 3 വർഷ കാലയളവാണ് 3 വർഷമാണ് നമ്മൾ ഈ നിലവിൽ ഈ പ്രവാസി കാർഡിൻ്റെ ഒരു കാലാവധിയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. സോ ആ 3 വർഷ കാലയളവിനുള്ളിൽ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് കേരളത്തിലേക്ക് തിരിച്ചെത്തുന്ന പ്രവാസികൾക്കും വരും വർഷങ്ങൾക്കും ഈ നോർക്ക കെയർ പ്ലസ് പദ്ധതിയിൽ അവർക്ക് നിശ്ചയിച്ചിട്ടുള്ള പ്രീമിയം തുക ഒടുക്കിക്കൊണ്ട് കണ്ടിന്യൂ ചെയ്ത് തുടർന്ന് പോകാവുന്നതാണ്. അവരുടെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് വരുമ്പോഴും ഈ നോർക്ക കെയർ പ്ലസ് പദ്ധതിയുടെ പരിധിയിൽ നിന്ന് അവർ പുറത്തു പോകുന്നില്ല. കാരണം ഈ തവണ ഈ എൻറോൾമെൻറ്റിലൂടെ അവരെ വെരിഫൈ ചെയ്ത് ഈ എൻറോൾമെൻറ്റിൻ്റെ ഭാഗമാക്കി ഈ കെയർ പ്ലസിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തുടർന്ന് അവർ റിട്ടേണി ആയാലും പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് കേരളത്തിലേക്ക് മടങ്ങിയെത്തിയാലും അവർക്ക് തുടർന്നൊരു വെരിഫിക്കേഷനോ മറ്റോ ഒന്നും ഇല്ലാതെ തന്നെ തുടർന്നും പ്രീമിയം അടച്ച് മുന്നോട്ട് പോകുന്നത്. ഇത് ഒരു പ്രത്യേകമായിട്ടുള്ള ഈ പദ്ധതിയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു കാര്യം എല്ലാ പ്രവാസികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ 3 വർഷ കാലയളവ് എന്നുള്ള 3 വർഷ കാലപരിധി ഈ ഇൻഷുറൻസ് പ്രീമിയം പുതുക്കി ഇൻഷുറൻസിൻ്റെ ഭാഗമായി നിന്ന് ഇതേ ആനുകൂല്യങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് പോകുന്നതിനൊരു തടസ്സമല്ല.